നിലമ്പൂരിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളെന്ന CPM പരാമർശത്തിന് മറുപടിയുമായി PV അൻവർ. ഈ പരാമർശം പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് അൻവർ പറഞ്ഞു. ദേശീയ ദിനപത്രത്തിലെ ലേഖനത്തിൽ കണ്ടത് പിണറായിയുടെ മാറുന്ന മുഖമെന്നും പ്രതികരണം. രജീഷ് നരിക്കുനി ചേരുന്ന വിശദാംശങ്ങളുമായി. രജീഷ്, ഈ നിലമ്പൂരിലെ അൻവറിന്റെ പൊതുപരിപാടിയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇത് വർഗീയവാദികളാണ് ഇത്തരത്തിൽ പങ്കെടുത്തതെന്ന് CPMന്റെ പരാമർശമുണ്ടായിരിക്കുന്നു. ഇതിനെതിരെ പാർട്ടി മുഖപത്രത്തിലെ ലേഖനം. എങ്ങനെയാണ് അൻവർ ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത്? എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കുന്നത്? അശ്വതി, മുഖ്യമന്ത്രി മുസ്ലിം വിരോധം പരസ്യമായി പറയുകയാണ് ചെയ്തതെന്നാണ് ഇതിനു മറുപടിയായി PV അൻവർ പറഞ്ഞിരിക്കുന്നത്. പൊതുയോഗത്തിൽ വർഗീയ പരാമർശം CPMന് തിരിച്ചറിയും. ഇത്തരത്തിലൊരു പൊതുയോഗത്തിൽ പങ്കെടുത്തവരെയൊക്കെ ഇത്തരത്തിൽ വർഗീയവാദിയാക്കാനുള്ള നീക്കം CPMന്റെയും മുഖ്യമന്ത്രിയുടെയും നീക്കമൊക്കെ അത് പാർട്ടിക്കും മുഖ്യമന്ത്രിയും തിരിച്ചടിയാകും എന്നാണ് PV അൻവർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പരാമർശം പിണറായിയുടെ മാറുന്ന മുഖം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പാലോട് പോകുന്ന കുട്ടിയെ നേരിൽ കണ്ട് തെറ്റിദ്ധാരണ നീക്കുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ പറയുന്നു. പാലുണ്ണി ഇറക്കി പ്രതിരോധിക്കാനുള്ള നീക്കം ഈ പാലുണ്ണിയെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ വ്യക്തമാക്കുന്നത്. ആര് പറഞ്ഞാലും മുഖ്യമന്ത്രി മാറില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുമ്പോൾ അതിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തള്ളിക്കളിയാണ്. പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ SDPI പ്രവർത്തകരും ജമാഅത്തെ പ്രവർത്തകരും ഒക്കെ ആണെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ ഒപ്പം തന്നെ CPMന്റെ നിലപാട്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ PV അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടി പങ്കെടുത്തവരൊക്കെ ഇത്തരത്തിൽ വർഗീയ പരാമർശത്തിലൂടെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ വർഗീയവാദികളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി കോഴിക്കോട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പൊതുയോഗത്തിൽ എന്തായിരിക്കും ഈ പരാമർശത്തിനും അല്ലെങ്കിൽ PV അൻവറിന്റെ ഇന്നത്തെ ആരോപണങ്ങളൊക്കെ എന്തായിരിക്കും മുഖ്യമന്ത്രി മറുപടി നൽകാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് രാവിലെ പാർട്ടി മുഖപത്രത്തിലും കോടിയേരി അനുസ്മരണ കുറിപ്പിലും അടക്കം PV അൻവറിനെ വിമർശിക്കുന്ന നിലപാട് പാർട്ടി സെക്രട്ടറി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇടത് മൂല്യങ്ങളെയും ഇടത് നിലപാടുകളെയും തകർക്കുന്ന ശ്രമമാണ് PV അൻവർ സ്വീകരിക്കുന്നത്. ഇത്തരം നിലപാടുകളെ നമ്മൾ നോക്കിക്കാണണം. CPMനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിൽ മറ്റുള്ളവരാരോ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലാണ് PV അൻവർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ വിമർശനത്തിൽ പാർട്ടി സെക്രട്ടറിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും PV അൻവറും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്ന സാഹചര്യം. ഈ വിഷയത്തിൽ ഈ വർഗീയവാദികളെ ചിത്രീകരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ശ്രമിക്കുമ്പോൾ അതിനെ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കുകയാണ് PV അൻവറും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് K മുരളീധരൻ മലയാളം ന്യൂസുമായി സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വർഗീയവാദി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മലപ്പുറത്ത് PV അൻവറിന്റെ പല പരിപാടിയിലും പങ്കെടുക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ SDPI ആക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അൻവറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും ഈ SDPIക്കാരോ ജമാഅത്തെ ഇസ്ലാമികളോ ആണെന്ന് പറയാൻ കഴിയില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് K മുരളീധരൻ മലയാളം ന്യൂസിനോട് അല്പസം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി. അശ്വതി. ശരി രജീഷ്, എന്തായാലും പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളെന്ന CPM പരാമർശത്തിന് മറുപടിയുമായി PV അൻവർ തന്നെ രംഗത്ത് വന്നു. ഈ പരാമർശം പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് അൻവർ പറയുന്നത്. ദേശീയ ദിനപത്രത്തിലെ ലേഖനത്തിൽ കണ്ടത് പിണറായിയുടെ മാറുന്ന മുഖമെന്നുമാണ് അൻവറിന്റെ പ്രതികരണം. രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.